ഗാസയിലെ യുദ്ധം ലോകം മുഴുവൻ എതിർത്താലും തുടരുമെന്നും ഹമാസിന്റെ അന്ത്യം വരെ ഈ യുദ്ധം തുടരുമെന്നും ഇസ്രായേൽ പ്രഖ്യാപനം. അതേസമയം നാറ്റോ സഖ്യത്തിൽ വിള്ളൽ. ഇസ്രായേലിനൊപ്പം നിന്ന കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എല്ലാം യുദ്ധം നിർത്താൻ സംയുക്ത പ്രസ്താവന ഇറക്കി. ആയിരക്കണക്കിന് ഹമാസ് ഭീകരന്മാരെ തടവിലാക്കിയ തടവറയിലെ ചോദ്യം ചെയ്യലിന് പ്രധാനമന്ത്രി നെതന്യാഹു നേരിട്ടെത്തി നേതൃത്വം നൽകി. ബ്രേക്കിംഗ് യുദ്ധ റിപ്പോർട്ടുകളിലേക്ക്. അന്തർദേശീയ സമ്മർദ്ദങ്ങൾ ഇസ്രായേലിനെ വരിഞ്ഞു മുറുക്കുമ്പോൾ ഇസ്രായേൽ യുദ്ധവുമായി മുന്നോട്ട് പോകുമെന്ന നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം വന്നു. ലോകത്തിന്റെ പിന്തുണയില്ലെങ്കിലും അന്തർദേശീയ സമൂഹത്തിന്റെ പിന്തുണയില്ലെങ്കിലും ഇസ്രായേൽ ഹമാസിനെതിരായിട്ടുള്ള യുദ്ധവുമായി മുന്നോട്ട് പോകും എന്ന് പ്രതിജ്ഞയെടുത്തിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത പിന്തുണക്കാരനും സന്തത സഹചാരിയുമായ അമേരിക്കയിൽ നിന്ന് പോലും കടുത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ നാടകീയമായ ഇസ്രായേലിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. യുദ്ധം തുടരും, ആരുടെ പിന്തുണയും ഞങ്ങൾക്ക് ആവശ്യമില്ല. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വിദേശകാര്യമന്ത്രി എലി കോഹനും പ്രതിജ്ഞയെടുത്ത് പറഞ്ഞിരിക്കുകയാണ്, അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും ഞങ്ങൾ അവസാനം വരെ, വിജയം കാണുന്നതുവരെ, ഹമാസിന്റെ ഉന്മൂലനം വരെ യുദ്ധം തുടരും എന്നാണ് ഇവരുടെ പ്രതിജ്ഞ. മാത്രമല്ല, ഒരു കാരണവശാലും ലോകത്തിലെ ഒരു ശക്തിക്കും ഞങ്ങളെ തടയുവാൻ ഇക്കാര്യത്തിൽ ആവില്ല, ഇക്കാര്യത്തിൽ സംശയം വേണ്ട എന്നും നെതന്യാഹു പറഞ്ഞു. ഗാസയിലെ സൈനിക പ്രവർത്തനങ്ങളെ നെതന്യാഹു അഭിനന്ദിക്കുകയും ചെയ്തു. വളരെ കഠിനമായ ദിവസങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഈ കഠിനമായ 2 മാസങ്ങളിലധികമുള്ള പ്രവർത്തനത്തിൽ വിജയത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. ഗാസയിൽ ഞങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഹമാസ് വീഴാൻ പോകുമ്പോൾ ഞങ്ങളോട് വെടിനിർത്തണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാധ്യമല്ല. 10 സൈനികരാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേലിന്റെ കൊല്ലപ്പെട്ടത്. അവരിൽ 9 പേരും ഗാസ വടക്കൻ സ്ട്രിപ്പിലായിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ ലോകം പിന്തുണച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനത്തിന് കാരണം, ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും യുദ്ധം ഞങ്ങൾ ചെയ്യുമെന്ന് പറയാൻ കാരണം, നാറ്റോ സഖ്യകക്ഷികളിൽപ്പെട്ട ഭൂരിഭാഗം രാജ്യങ്ങളും വെടിനിർത്തുവാൻ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ UN അസംബ്ലിയിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന പ്രമേയത്തിൽ 150-ലധികം രാജ്യങ്ങൾ വെടിനിർത്തുവാൻ ആവശ്യപ്പെട്ടു. എന്നും ഇസ്രായേലിനൊപ്പം നിന്ന കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം വെടിനിർത്തലിന് വേണ്ടിയിട്ട് അനുകൂലിച്ച് വോട്ട് ചെയ്തു. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു, ഇസ്രായേലിന് തുടർച്ചയായിട്ടുള്ള വ്യോമാക്രമണം നടത്തുന്നത് മൂലം ലോകത്ത് പിന്തുണ കുറഞ്ഞു വരികയാണ്, അത് ഇസ്രായേൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ബൈഡന്റെ പ്രസ്താവനയുണ്ടായിരുന്നു. ഇതിനെല്ലാം മറുപടിയായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, ലോകത്തിന്റെ പിന്തുണയില്ലെങ്കിലും, കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികളുടെ പിന്തുണയില്ലെങ്കിലും ഞങ്ങൾ യുദ്ധവുമായി മുന്നോട്ട് പോകും എന്ന്. ഇതിനിടെ ഗാസ മുനമ്പിൽ നിന്നും പിടികൂടി ഇസ്രായേലിൽ ആയിരക്കണക്കിന് ഹമാസുകാരെ എത്തിച്ചിരിക്കുന്നു. അതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഇന്റലിജൻസ് യൂണിറ്റിന്റെ 504 നമ്പർ വിഭാഗം ഇവരെ തെക്കൻ ഇസ്രായേലിലെ തടങ്കലിൽ പാർപ്പിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഹമാസ് ഭീകരന്മാരെ ചോദ്യം ചെയ്യുന്ന കേന്ദ്രം പ്രധാനമന്ത്രി നെതന്യാഹു സന്ദർശനം നടത്തി നേതൃത്വം കൊടുത്തു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട യഹൂദരുടെ യുദ്ധ പാരമ്പര്യവും അവരുടെ ആ ഒരു പകയുടെ ആഴവും. ഒരു പ്രധാനമന്ത്രി യുദ്ധത്തടവുകാരെ ചോദ്യം ചെയ്യുന്നതിന് നേതൃത്വം കൊടുക്കുകയാണ്. അത് തെക്കൻ ഇസ്രായേലിലെ തടങ്കൽ പാളയങ്ങൾ സന്ദർശിച്ച് ഹമാസ് ഭീകരന്മാരെ ചോദ്യം ചെയ്യുന്നത് നേരിട്ട് കണ്ടും അതിന് നേതൃത്വം കൊടുക്കുകയുമാണ് നെതന്യാഹു. അവിടെ നിന്ന് നെതന്യാഹു മാധ്യമങ്ങൾക്കായി ഒരു ബ്രീഫിംഗും നടത്തുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വ്യോമാക്രമണങ്ങൾ ഗാസയെ വരിഞ്ഞു മുറുക്കുകയും ഞങ്ങൾ ശക്തമായ വെടിയുതിർക്കൽ നടത്തുകയും ചെയ്യും എന്ന് നെതന്യാഹു തടവുകാരെ സന്ദർശിച്ച് ശേഷം പറഞ്ഞു. പ്രത്യേകിച്ച് ഗാസയിലെ ഏറ്റവും വലിയ നഗരമായ ഗാസ സിറ്റിയും തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസും റഫയും എല്ലാം ഞങ്ങളുടെ ആക്രമണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് എന്ന് നെതന്യാഹു പറഞ്ഞു. ടണലുകൾ ഏതാണ്ട് ഭൂരിഭാഗവും ഞങ്ങൾ നശിപ്പിച്ചു. ഇസ്രായേലിന്റെ അതിർത്തി ഭാഗത്തെ മുഴുവൻ കെട്ടിടങ്ങളും ഞങ്ങൾ തകർത്തു. ഈ കെട്ടിടങ്ങളിൽ നിന്നായിരുന്നു കാലാകാലങ്ങളിൽ ഇസ്രായേലിലേക്ക് ഹമാസ് മിസൈലുകൾ അയച്ചിരുന്നത്. ഇനി ആ ഗ്രാമങ്ങൾ യുദ്ധത്തിന്റെ ഒക്ടോബർ 7 അവശിഷ്ട കൂമ്പാരമായിട്ട് മാറി എന്നാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന. ഇതിനിടെ ഇസ്രായേലിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കുടിയൊഴിഞ്ഞു പോയിരിക്കുകയാണ്. പലരും ഇപ്പോൾ
പ്ലാസ്റ്റിക് കൂടാരത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. വീടുകളുള്ളവർ പോലും ഇപ്പോൾ വീടുകൾ ഉപേക്ഷിച്ച് പ്ലാസ്റ്റിക് ടെന്റുകൾ വലിച്ചു കെട്ടി അതിനുള്ളിലാണ് താമസിക്കുന്നത്. കാരണം ഹമാസുമായി ബന്ധമില്ല എന്നറിയിക്കുവാനും ഞങ്ങൾ ആരെയും വീടുകൾക്കുള്ളിലും കെട്ടിടത്തിനുള്ളിലും ഒളിപ്പിച്ചിട്ടില്ല എന്നറിയിക്കുവാനും വേണ്ടിയിട്ട് ഗാസവാസികൾ, പലസ്തീനികൾ പ്ലാസ്റ്റിക് ടെന്റ് വലിച്ചു കെട്ടി ഷെഡുകളിലാണ് ഇപ്പോൾ താമസം. മാത്രമല്ല, വീടുകളിൽ താമസിച്ചാൽ ഹമാസ് ഭീകരന്മാർ അവിടെ അഭയം തേടിയെത്തുമെന്നും അഭയം കൊടുത്തിട്ടില്ല എങ്കിൽ അവരെ വെടിവെച്ചു കൊല്ലുമെന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ വീടുകൾ വിട്ട് പലസ്തീനികൾ എല്ലാവരും, മിക്കവരും തന്നെ പ്ലാസ്റ്റിക് ടെന്റുകളിൽ താമസിക്കുകയാണ്. അത് ആശുപത്രികളുടെ മുറ്റത്തും സ്കൂളുകളുടെ മുറ്റത്തും ഒക്കെയാണ്. പക്ഷേ സ്ഥിരം കെട്ടിടങ്ങൾ ഉപയോഗിക്കുവാൻ ജനങ്ങൾ മടിക്കുന്നു. പ്ലാസ്റ്റിക് ടെന്റുകളിലേക്ക് മാറുവാനുള്ള കാരണവും അതുതന്നെയാണ്. സെൻട്രൽ ഗാസയിലെ അൽ അക്സ ആശുപത്രിയുടെ ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് പലസ്തീനികളാണ് ടെന്റ് കെട്ടി താമസിക്കുന്നത്, പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി താമസിക്കുവാനുള്ളത്. ഇവിടെ താമസിക്കുന്ന അമീൻ എഡ്വാൻ എന്നുള്ള ഒരു കുടുംബനാഥന്റെ ഇന്റർവ്യൂ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നു. ഉറങ്ങുവാൻ കഴിയുന്നില്ല, രാത്രി മഴ പെയ്യുന്നു, മഴവെള്ളം കയറുന്നു, ഞങ്ങൾക്ക് ഉറങ്ങുവാൻ പോലും സ്ഥലമില്ല. ഞങ്ങൾ നൈലോൺ കവറുകൾ അന്വേഷിച്ച് ആ നൈലോൺ പ്ലാസ്റ്റിക് കവറുകൾക്കുള്ളിൽ കയറി മഴ നനയാതെ, വെള്ളം നനയാതെ ഇരിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് പോലും ഞങ്ങൾക്ക് തറയിൽ വിരിക്കുവാൻ കിട്ടുന്നില്ല. അതിനാൽ ഞങ്ങൾ മണലും കല്ലും വിരിച്ച് അതിൻ്റെ മുകളിലാണ് കിടക്കുന്നത് എന്നാണ് അമീൻ എഡ്വാൻ എന്ന ഒരു കുടുംബനാഥൻ മാധ്യമങ്ങളോട് പങ്കിട്ടത്. ഗാസയിലെ നരകതുല്യമായിട്ടുള്ള ഈ അവസ്ഥ തന്നെയാണ് ലോകത്തിന് മുഴുവൻ ഇപ്പോൾ ആശങ്കയുണ്ടാക്കുന്നത്. ആശങ്കയില്ലാത്ത ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ, അത് കേരളത്തിലെ ഹമാസിന്റെ അനുകൂലികളാണ്. ഹമാസ് പോലും ജട്ടിപ്പുറത്ത് നിന്ന് ജീവന് വേണ്ടി യാചിക്കുമ്പോൾ ഇസ്രായേലിന്റെ തോക്കിൻ മുനയിലും തെക്കൻ ഇസ്രായേലിന്റെ തടങ്കലിലും ഒക്കെ ആയിരക്കണക്കിന് പേർ കിടക്കുമ്പോഴും ലോകം മുഴുവൻ വെടിനിർത്തലിന് വേണ്ടി യാചിക്കുമ്പോഴും നമ്മളുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇസ്രായേൽ സൈന്യത്തെ കൊന്നൊടുക്കുന്നു, ഇസ്രായേൽ സൈന്യത്തെ തുരത്തുന്നു, ഇസ്രായേൽ പരാജയപ്പെടും, അവിടെ വലിയ മസിൽ മുഴപ്പിച്ച് ഞങ്ങൾ ഗാസയിൽ ഹമാസ് വലിയ പോരാട്ടം നടത്തുന്നു എന്നൊക്കെ കേരളത്തിലിരുന്ന് പ്രസംഗിക്കുകയും കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ കമന്റുകളും പോസ്റ്റുകളും ഒക്കെ ഇടുന്നവർ ഗാസയിലെ നരകം അവർ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അവർ അത് സമ്മതിക്കുന്നില്ല എന്നതാണ് വസ്തുത. UN ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിന് പിന്തുണ കുറഞ്ഞു. UN ജനറൽ അസംബ്ലിയിലെ 193 രാജ്യങ്ങളിൽ 153 രാജ്യങ്ങളും ഇസ്രായേലിനെതിരായിട്ട് തിരിഞ്ഞു. ഗാസയിൽ വെടിനിർത്തണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഉക്രൈൻ റഷ്യ ആക്രമിച്ചപ്പോൾ 140 രാജ്യങ്ങളായിരുന്നു വെടിനിർത്താൻ ആവശ്യപ്പെട്ടത്. അതിനെയും മറികടന്നു. ഉക്രൈനിൽ ആക്രമണം നിർത്തണമെന്നാവശ്യപ്പെട്ട 140 എന്ന സംഖ്യ മറികടന്ന് 153 രാജ്യങ്ങൾ ഇപ്പോൾ ഗാസയിൽ വെടിനിർത്തണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. പ്രമേയത്തിന് എതിരായിട്ട് അമേരിക്ക വോട്ട് ചെയ്തപ്പോൾ സഖ്യകക്ഷികൾ ആയിട്ടുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂട്ടുകാർ ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ് ഈ രാജ്യങ്ങളെല്ലാം വെടിനിർത്തുവാനുള്ള പ്രമേയത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ഇത് തന്നെ ഇപ്പോൾ നാറ്റോ സഖ്യത്തെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. വളരെ അപൂർവമായിട്ടുള്ള ഒരു പ്രസ്താവനയും സഖ്യകക്ഷികളിൽ ഒരു വിഭാഗം ഇറക്കി. കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ സഖ്യകക്ഷികൾ ഇറക്കിയത് ഗാസയിൽ സാധാരണക്കാർക്ക് സുരക്ഷിതമായ ഇടം കുറയുന്നതിൽ ഞങ്ങൾ ആശങ്കാകുലരാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് തല ചായ്ക്കുവാൻ ഇടം ഇല്ല. സുരക്ഷിതമായി അവർക്ക് നീങ്ങി നിൽക്കുവാനുള്ള മണ്ണ് ഗാസയിലില്ല. ഇതിൽ ഞങ്ങൾ വളരെ ആശങ്കാകുലരും വിഷമിക്കുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം ഗാസയിൽ അവസാനിപ്പിക്കണം എന്നാണ് സഖ്യകക്ഷികളിൽ ഒരു വിഭാഗം നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പറയുന്നത്. ഗാസക്കാർക്കുള്ള എല്ലാ അവസരങ്ങളും തീർന്നു, എല്ലാ അവസാനത്തെ സമയവും അവർക്ക് അവസാനിച്ചിരിക്കുന്നു, ഇനി മറ്റ് വഴികളൊന്നുമില്ല എന്നാണ് പലസ്തീനി അഭയാർത്ഥി ഏജൻസിയുടെ തലവൻ ഫിലിപ്പ് ലസാരി UN വോട്ടെടുപ്പിനിടെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. പ്രദേശത്തെ 24 ലക്ഷം ആളുകളിൽ 1.9 ദശലക്ഷം ആളുകൾ പലായനം ചെയ്തു. അതായത് 19 ലക്ഷം ആളുകൾ അവരുടെ വീടുകളിൽ നിന്നും പലായനം ചെയ്തു. 24 ലക്ഷം ആളുകളിൽ പ്രതിദിനം 100 ട്രക്കുകളിൽ മാത്രമാണ് വെള്ളവും അതുപോലെ ഭക്ഷണ വസ്തുക്കളും തുണികളും മരുന്നുകളും കിട്ടുന്നത്. ഇത് 24 ലക്ഷം ആളുകൾ ഈ 100 ലോറികളിൽ വരുന്ന സാധനം വിഭജിച്ചും വീതിച്ചും എടുക്കണം. അത്രമാത്രം സങ്കീർണമാണ്. പോകുവാൻ ഇടമില്ല. ഈജിപ്തിന്റെ അതിർത്തി അടച്ചിരിക്കുന്നു, അങ്ങോട്ടും കടക്കുവാൻ പറ്റുന്നില്ല. മറ്റൊരു ഭാഗത്ത് ഇസ്രായേലാണ്. ഗാസയിൽ ഒരു തടങ്കൽ പാളയത്തിൽ എന്നതുപോലെ
പലസ്തീനികളെ ഇട്ട് കൊന്നൊടുക്കുന്നു എന്നാണ് പലസ്തീൻ പ്രതിനിധി UN-ൽ പ്രസംഗിച്ചത്. ആശുപത്രി സംവിധാനങ്ങൾ പകുതിയും തകർന്നു, കുട്ടികൾക്കുള്ള വാക്സിൻ തീർന്നു എന്ന് UN-ൽ അറിയിച്ചു. വിനാശകരമായ ആരോഗ്യ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് UN പലസ്തീന്റെ പ്രതിനിധി മുന്നറിയിപ്പ് നൽകി. ഇതിനകം 2 ആഴ്ചയിലേറെ പഴക്കമുള്ള ഒരു ചിത്രത്തെ അടിസ്ഥാനമാക്കി ഗാസയുടെ 18% സൗകര്യങ്ങളും നശിപ്പിച്ചതായിട്ട് UN ഉപഗ്രഹ വിശകലന ഏജൻസിയായ യുനോസാറ്റ് ചൊവ്വാഴ്ച പറഞ്ഞു. ലോകബാങ്ക് പുതിയ ഒരു വിശകലനം നടത്തിയിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സാഹചര്യങ്ങളും ഗാസയിൽ തകർന്നിരിക്കുന്നു. റോഡുകൾ 80% തകർന്നിരിക്കുന്നു. സമാനതകളില്ലാത്ത രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർന്നതായിട്ട് ഇപ്പോൾ ലോകബാങ്കിന്റെ ഒരു പ്രസ്താവന വന്നു. നവംബർ പകുതിയോടെ എല്ലാ റോഡുകളും ഭാഗികമായോ പൂർണ്ണമായിട്ടോ തകർന്ന ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം തകർന്നു. ആരോഗ്യം, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നിവയുടെ 60% തകർന്നു എന്നും ലോകബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ഗാസയിൽ ഇസ്രായേലിനെ ചുട്ടുകൊല്ലുന്നു, സൈനികരെ വിറപ്പിക്കുന്നു, സൈനികർ 100-ൽ ഓടുന്നു, ടാങ്കുകളെല്ലാം പൊട്ടിച്ചെതറിക്കുന്നു ഹമാസുകാർ എന്നൊക്കെ വീമ്പിളക്കുന്നവർ അറിയണം ഗാസയിലെ നരകത്തിന്റെ അവസ്ഥ. ഗാസ ഈസ് ടെന്റ് സിറ്റി എന്ന് പറഞ്ഞതുപോലെ ഗാസയെ കൂടാര നഗരമാക്കുമെന്ന് യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഇസ്രായേൽ പറഞ്ഞത് അക്ഷരം പ്രതി ഇപ്പോൾ നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ UN-ന്റെ ഓഫീസായിട്ടുള്ള ഓഫീസ് ഓഫ് ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സിൽ 3000-ഓളം ഗാസ നിവാസികൾ ഇപ്പോൾ അഭയം തേടിയിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിന്റെ നിഗമനം ഇത് ഹമാസ് അനുകൂലികളാണ്, ഹമാസിന്റെ പടയാളികളാണ് എന്നാണ് പറയുന്നത്. അവരെ വിട്ടയക്കണം, അല്ലെങ്കിൽ അവർ കീഴടങ്ങുവാൻ അനുവദിക്കണം എന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഹമാസ് ആശുപത്രികൾ, സ്കൂളുകൾ, പള്ളികൾ, വിശാലമായ തുരങ്ക സംവിധാനങ്ങൾ എല്ലാം സൈനിക താവളമായി ഉപയോഗിക്കുന്നു എന്ന് ഇസ്രായേൽ ആരോപിച്ചപ്പോൾ പലസ്തീൻ അതിനെയെല്ലാം നിഷേധിക്കുകയാണ്. മുമ്പ് പറഞ്ഞതുപോലെ UN അസംബ്ലി 153 രാജ്യങ്ങൾ ഇപ്പോൾ വെടിനിർത്തുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഉക്രൈനിൽ 140 രാജ്യങ്ങൾ വെടിനിർത്താൻ ആവശ്യപ്പെട്ടിട്ടും അവിടെ ഒരു ചുക്കും സംഭവിച്ചില്ല. 140 രാജ്യങ്ങളാണ് ഉക്രൈനിൽ റഷ്യയോട് വെടിനിർത്തുവാൻ പറഞ്ഞത്, പക്ഷേ വെടിനിർത്തിയില്ല. ഉക്രൈനിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് വോട്ട് ചെയ്യുകയും കൊടി പിടിക്കുകയും അതിന് മുന്നിൽ നിൽക്കുകയും ചെയ്ത അമേരിക്ക ഗാസയിൽ വെടി തുടരാൻ കൊടി പിടിക്കുകയായിരുന്നു. അതാണ് അമേരിക്കയുടെ നിലപാട്. അതേസമയം ഉക്രൈനിൽ വെടിനിർത്തലിനെതിരെ വോട്ട് ചെയ്ത റഷ്യയാകട്ടെ ഗാസയിൽ വെടിനിർത്തുവാനായി വോട്ട് ചെയ്യുന്നു. മനുഷ്യ കശാപ്പുകളാണ് ഏതൊരു യുദ്ധവും. അതിനാൽ തന്നെ കശാപ്പുകാർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊല്ലാനും കൊല്ലാതിരിക്കാനും പറയുകയാണ്. ഒരിക്കൽ കൂടി പറയാം, ഉക്രൈനിൽ 140 രാജ്യങ്ങൾ വെടിനിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരെ കൊടി പിടിക്കുകയും അതിനെതിരെ വോട്ട് ചെയ്യുകയും വെടി തുടരുകയും ചെയ്ത അതേ റഷ്യ തന്നെ ഇപ്പോൾ UN-ൽ ഗാസയിൽ വെടിനിർത്തുവാനുള്ള പ്രമേയത്തിന്റെ ചുക്കാൻ പിടിക്കുന്നു. ഉക്രൈനിൽ വെടിനിർത്തണമെന്നാവശ്യപ്പെട്ട അമേരിക്ക ഗാസയിൽ വെടിനിർത്തരുത് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്നു. വളരെ വിചിത്രമാണ് ലോകത്തിന്റെ ഇത്തരം രീതിയിലുള്ള അവസ്ഥ. അത് മനസ്സിലാക്കേണ്ടതാണ്. മറ്റ് എടുത്തു പറയേണ്ടത്, ഇസ്രായേൽ യുദ്ധത്തിൽ വെടിനിർത്തുവാൻ ആദ്യ പ്രമേയം വന്നപ്പോൾ ഇന്ത്യ അതിനെതിരായിട്ടാണ് വോട്ട് ചെയ്തത്. അതിനുശേഷം തുടർന്നുള്ള കഴിഞ്ഞ പ്രമേയത്തിൽ ഗാസയിൽ വെടിനിർത്തുവാൻ ഇന്ത്യ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ഇന്ത്യ അടക്കം പറയുകയാണ് ഇസ്രായേലിനോട് യുദ്ധം നിർത്തുവാൻ, സഖ്യകക്ഷികൾ പറയുകയാണ് യുദ്ധം നിർത്തുവാൻ. ഇപ്പോൾ അമേരിക്കയും ഏകദേശം 10 രാജ്യങ്ങൾ മാത്രമേ ഈ പ്രമേയത്തിനെതിരായിട്ട് വോട്ട് ചെയ്തുള്ളൂ. പക്ഷേ അമേരിക്ക എന്ന ഒരു രാജ്യം മതി. 15 രാജ്യങ്ങൾ അടങ്ങിയ UN സെക്യൂരിറ്റി കൗൺസിലിൽ വന്ന പ്രമേയത്തിൽ അമേരിക്കയാണ് വെടിനിർത്തൽ വീറ്റോ ചെയ്തത്. ബ്രിട്ടൻ അന്ന് വിട്ടുനിന്നു. ബാക്കി 13 രാജ്യങ്ങളും UN സെക്യൂരിറ്റി കൗൺസിൽ വെടിനിർത്തുവാൻ ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷേ ആ പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യുകയായിരുന്നു. 193 രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് UN-ലുള്ള അധികാരവും സ്വാധീനവും അത്ര വലുതാണ്. അമേരിക്കയെ സംബന്ധിക്കുന്നിടത്തോളം UN-ൽ അമേരിക്ക അറിയാതെ ഒരു നീക്കവും നടത്തുവാൻ സാധിക്കത്തില്ല. UN-ലെ മുഴുവൻ രാജ്യങ്ങളും ചേർന്ന് ഒരു പ്രമേയം പാസാക്കിയാലും അമേരിക്കയെ സംബന്ധിക്കുന്നിടത്തോളം ആ വീറ്റോ പവർ ഉള്ളിടത്തോളം കാലം ഇസ്രായേലിന് അനുകൂലമായിട്ട് അമേരിക്ക വോട്ട് ചെയ്യുകയും ചെയ്താൽ ഇതിനൊരു പരിഹാരമില്ലാതെ പോകും. പ്രത്യേകിച്ച് UN അസംബ്ലി പാസാക്കുന്ന ഒരു പ്രമേയത്തിനും നിയമപരമായിട്ടുള്ള എക്സിക്യൂഷൻ പവർ ഇല്ല. അതാണ് UN-ന്റെ പ്രത്യേകത. അതേസമയം 15 രാജ്യങ്ങൾ അടങ്ങിയ സെക്യൂരിറ്റി കൗൺസിലിൽ പാസ്സാകുന്ന ഒരു പ്രമേയത്തിന് പൂർണ്ണമായ നിയമസാധുതയാണ് UN-ലുള്ളത്. UN അസംബ്ലിയിൽ 153 രാജ്യങ്ങൾ ചേർന്ന് വെടിനിർത്തൽ പ്രമേയം കൊണ്ടുവന്നു. അത് പാസ്സാക്കിയെങ്കിലും അത് നടപ്പാക്കുവാൻ UN യാതൊരു അധികാരവുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.